കൈനൂർ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ ഉദ്ഘാടനം 2025 സെപ്റ്റംബർ 13 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥികളായി തൃശൂർ ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ്, ചീഫ് എഞ്ചിനീയർ പ്രിയേഷ് ആർ, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്ത്, നടത്തറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീതാലക്ഷ്മി, നടത്തറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, പുത്തൂർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ PB സുരേന്ദ്രൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അമൽറാം, CPIM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T ദിലീപ് കുമാർ, കേരള കോൺഗ്രസ് പ്രതിനിധി ജോയി ആനിക്കാട്ട് തുടങ്ങിയവരും ആശംസാ പ്രഭാഷണം നടത്തി. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P സനി നന്ദി പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലൂടെ പുത്തൂർ നടത്തറ പഞ്ചായത്ത് അതിർത്തിയായി ഒഴുകുന്ന മണലി പുഴയ്ക്ക് കുറുകെ 10 കോടി രൂപ ചെലവഴിച്ചാണ് പുതുതായി വാഹനഗതാഗതത്തിനായും പാലവും റെഗുലേറ്റർ കം ബ്രിഡ്ജ് യന്ത്രവൽകൃത ഷട്ടറുകളുടെ നിർമ്മാണ പ്രവൃത്തിയാണ് നടത്തുന്നത്. വിവാദങ്ങൾക്ക് വഴികൊടുക്കാൻ നമുക്ക് സമയമില്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കണം. ശ്രീധരിപ്പാലം, ആശാരിക്കാട് സ്കൂൾ തുടങ്ങി പണി പൂർത്തീകരിച്ചു വരുന്നവയുടെ ഉദ്ഘാടനം നടത്തണം. പ്രശസ്ത സിനിമാ സീരിയൽ താരം മൂർഖനിക്കരയുടെ അഭിമാന താരം TG രവിയുടെ അഭിനയ ജീവിതത്തിന്റെ 50ാം വാർഷികം അതിഗംഭീരമായി നാട് ആഘോഷിക്കാൻ പോകുകയാണ് എന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു. സാധാരണ നിലയിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി വെച്ചുകൊണ്ട് 7 കോടി രൂപയ്ക്ക് നിശ്ചയിച്ചൊരു വർക്ക് 10 കോടിയായിട്ട് വരേണ്ടി വരുമ്പോൾ ഉള്ളത് വെച്ച് അവസാനിപ്പിക്കുക എന്നാണ് സാധാരണ പറയുക. എന്നാൽ 10 കോടി രൂപയും അധികരിച്ചു വന്ന് പൂർണ്ണമായിട്ടുള്ള പണം ഉൾപ്പെടുത്തി 10 കോടി രൂപയും ഇത് അനുവദിക്കാനും അതിന് ഭരണാനുമതി നൽകാനും ഒരു സുഹൃത്ത് എന്ന നിലയിലുള്ള ആത്മബന്ധം കൂടി വെച്ചുകൊണ്ട് കേരളത്തിന്റെ ജലവിഭവ മന്ത്രി കാര്യത്തിലെടുത്ത ശക്തമായിട്ടുള്ള നിലപാടും ഈ ഒറ്റക്കാര്യം ആലോചിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള യോഗങ്ങളും എനിക്ക് തോന്നുന്നു കൈനൂരിലെ ഒരു വലിയ സംഭവമാകേണ്ടതില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലുതാണെങ്കിലും ധാരാളമായി. പക്ഷേ ചീഫ് എഞ്ചിനീയർ തന്നെ നേരിട്ട് വന്ന് പരിശോധന നടത്തിയിട്ടുള്ള ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജായിട്ട് ഇതിനെ മാറാൻ പറ്റിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി എടുത്ത സമാനതകളില്ലാത്ത ഇടപെടലിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ആദ്യമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ഏറെ ബഹുമാനപൂർവ്വം കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രിയെ ക്ഷണിച്ച് അധ്യക്ഷ പ്രസംഗം പിന്നീടാക്കാൻ സംരക്ഷണം എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് വെള്ളം കയറുന്ന സമയത്തും അത് തുറന്നു വരുന്ന സമയത്തും ഒരുപാട് ആളുകളുടെ അധ്വാനം അവിടെ വേണ്ടി വരികയാണ്. അതിൽ നിന്നൊരു മോചനം എന്നുള്ള രീതിയിൽ അത് കുറച്ച് സമയമെടുത്തെങ്കിലും നമ്മുടെ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നമുക്ക് 10 കോടി രൂപ ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായി തന്നെ അതിലിടപെട്ടുകൊണ്ട് നമുക്ക് നേടിത്തന്ന റവന്യൂ വകുപ്പ് മന്ത്രിയെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേക